ഞാൻ എന്റെ ഇലക്ഷൻ സമയത്ത് എതിർ സ്ഥാനാർത്ഥികളെ പേര് പോലും ഞാൻ എടുത്തു പറഞ്ഞിട്ട്, മുരളിച്ചേട്ടൻ പല സ്ഥലത്തും വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്കത് മുരളിച്ചേട്ടനാണ് എന്ന് പറഞ്ഞ് മുരളി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞിട്ടേ ഇല്ല. അതൊരു തത്വമായി. പിന്നെ ഈ ആരോപണ ശരങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് സംവദിക്കും. ഇത് വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. ഒരു 5 വർഷത്തേക്കാണ്. അതിന് പല തട്ടിപ്പുമായിട്ട് ഇറങ്ങും. ഇപ്പൊ പുലിക്കളിയുടേത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ സാധിക്കും. ഇല്ലെങ്കിൽ അതിന് മറുവാദത്തിന് പ്രചരണം നൽകുന്ന പത്രമാധ്യമങ്ങൾ പറയട്ടെ, ഇനി കോഓപ്പറേറ്റീവ് ഫെഡറലിസം വേണ്ട, കേന്ദ്രം നേരിട്ടങ്ങ് കൊടുത്തേക്കൂ, സംവിധാനം ഉടച്ചു വാർക്കൂ എന്ന് മാധ്യമങ്ങൾക്കല്ലേ ഏറ്റവും വലിയ അവകാശം അത് പറയാൻ. പറയട്ടെ, കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഇനി വേണ്ട, നമുക്ക് ഫെഡറൽ ഗവൺമെന്റിന്റെ സ്ട്രക്ചറിലുള്ള നിയമ നിഷ്കർഷതകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വലിയൊരു മൂവ്മെന്റ് നടക്കും. അവരിപ്പോഴും SIR, 370, CAA, NCR, ഇപ്പൊ ഭയക്കുന്നത് UCC. ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങളെ ഭയന്നിങ്ങനെ 3 അക്ഷരങ്ങളുടെ പാക്കുകളെ ഭയന്നും ജനങ്ങളെ അനാവശ്യമായി അന്യായമായി ഭയത്തിൽ ആഴ്ത്തുകയും ചെയ്ത് മുമ്പോട്ട് നീങ്ങുകയാണ് എതിർകക്ഷികൾ. പക്ഷെ ഇതെല്ലാം ഇന്ത്യൻ ജനതയ്ക്ക് അനുഗ്രഹമായി തന്നെയാണ് വരാൻ പോകുന്നത്. SIR ആണ് ഏറ്റവും വലിയ ആസിഡ് വാഷ്, ഏറ്റവും വലിയ ജനാധിപത്യ വോട്ടിംഗ് പ്രക്രിയയിലെ ഏറ്റവും ശുദ്ധീകരണ ശക്തിയുള്ള പവറാണ് SIR. അതെന്ത് വില കൊടുത്തും നടപ്പിലാക്കിയിരിക്കണം. നമുക്ക് കള്ളക്കമ്പുകൾ ആരും വോട്ട് ചെയ്യണ്ട. യഥാർത്ഥ വോട്ട് ചോരി കഴിഞ്ഞ ഇത്രയും കാലം ആര് നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാകും. ബംഗാളിലും വ്യക്തമാകും. അപ്പോ ഇതൊന്നും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമാവരുത്. വികസനം മാത്രമായിരിക്കണം. എന്ത് ജനങ്ങൾ ആഗ്രഹിച്ചുവോ, എന്ത് ജനങ്ങൾ ഇപ്പോഴും ആഗ്രഹത്തിന്റെ തീവ്രത വർദ്ധിച്ച് നമ്മുടെ മുമ്പിലും അവരുടെ അത്യാവശ്യകതയായി പൊന്തി നിൽക്കുന്നുവോ, അത് സാധ്യമാക്കി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ടും അത് തൃശൂർ കോർപ്പറേഷനിലൂടെ മാത്രമല്ല, എവിടെയൊക്കെ അധികാരത്തിന്റെ ശക്തി നമുക്ക് പകർന്നു നൽകുമോ, ഈ ശക്തമായ വ്യതിയാനം നിർവഹണത്തിന്റെ കാര്യത്തിൽ കേരളം അനുഭവത്തിലൂടെ ദർശിക്കുവാൻ പോവുക.